പ്രിയ സഹോദരരെ, നിങ്ങൾ എന്നെ അറിയിച്ചില്ല എങ്കിലും ഞാൻ പറയാം. അതോടുവിൽ ഇന്ന് വലിയ പ്രശ്നമായിരിക്കുന്ന ഛത്തീസ്ഗഡിൽ 2 കന്യാസികളെ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു. ശരി, അത് എന്തായാലും അതിനെക്കുറിച്ച് പറയാം. ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ കള്ളത്തായോള്, നീ എവിടായിരുന്നു? ഈ കോവിഡ് വന്ന സമയത്ത് നിന്റെ സഭയിലെ വിശ്വാസികൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സൗജന്യമായി കൊടുത്ത ഹോമിയോ ഗുളിക പോലും മേടിച്ചു കൊടുക്കാൻ നീ ഒന്നും ശബ്ദം ഉയർത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കാതെ, അന്നും നീയൊക്കെ കൊള്ളതാത്തവരെ, നീയൊക്കെ അന്ന് 250 രൂപ ആക്കി ദേവലോകത്തേക്കുള്ള ചാർജ്, ഇഷ്ടമുള്ള കാശ് കൊടുത്താൽ മതിയെന്ന് ഉള്ള സമയത്ത് അവരെ അന്നത്തെ കള്ളൻ കാലൻ കൊണ്ടുപോയ കത്തോലിക്ക അവൻ 250 രൂപ തീർച്ചയായിട്ടും കവറിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. അന്ന് നീക്ക് എവിടായിരുന്നു? അതെന്തിനു വേണ്ടിയായിരുന്നു? നിന്റെ സഭയിലെ മെത്രാന്മാർക്കും മറ്റന്മാർക്കും അവരുടെ പെമ്പളമാർക്കും അവരുടെ മക്കൾക്കും ഇൻഷുറൻസ് എടുക്കാനായിട്ട്. കള്ളന്മാരെ, നീ ഇപ്പോൾ നീ ചോരമുണ്ടെങ്കിൽ എൻ്റെ മുന്നേ വാ. ഞാൻ നിന്റെ ഭദ്രാസനത്തിലെ ഒരു മനുഷ്യനാണ്, ഒരു വിശ്വാസിയാണ്. നീ ചോരയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കേ. നീ ഇപ്പം കന്യാസികളുടെ പുറകെ പോയിരിക്കുകയല്ലേ? നിന്റെ സഭയിലെ വിശ്വാസികൾ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാത്ത ഒട്ട, നീ പോയി പഴി നോക്ക്. ചതിക്കൊണ്ട് നീടെ പോടാ. നിനക്ക് സാധിക്കുമോ? കത്തോലിക്ക സഭയിൽ നിന്ന് ഛത്തീസ്ഗഡ് ഇപ്പോൾ പ്രശ്നമുണ്ടായത് മാത്രമല്ല, അതിന് മണിപ്പൂർ പ്രശ്നമുണ്ടായപ്പോൾ മണിപ്പൂർ കത്തോലിക്ക സഭ വലിയ സൗജന്യം ചെയ്യുന്നവരാ. അന്ന് മണിപ്പൂരിൽ കാലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഭാഷയിൽ ബൈബിൾ തർജ്ജമ ചെയ്ത് അവിടെ വിതരണം ചെയ്തവരാണ് കത്തോലിക്ക സഭ. നീയൊക്കെ മറ്റുള്ളവരുടെ കീശയിലെ കാശ് കൊണ്ട് സുഖജീവിതം ആഗ്രഹിക്കുന്നവരാ. ചെങ്ങന്നൂർ ഭദ്രാസനാധിപ, നിനക്ക് ചോണയുണ്ടെങ്കിൽ ഞാൻ പുത്തങ്കാവ് പള്ളി വരാം. എന്നും ഞാൻ അവിടെ വരുന്നവനാ പ്രാർത്ഥികരായിട്ട്. നീ ചോണയുണ്ടെങ്കിൽ ആ ദേവാലയത്തിൽ വന്നിരുന്ന് എന്നെ വിളിക്ക്, ഞാൻ അവിടെ വരാം, നിന്നോട് സംസാരിക്കാം. നിന്റെ സഭയിലെ ആടുകൾ വരയുമ്പോൾ മറ്റിടത്ത് നോക്കി വെച്ച് അവിടെ അവർക്കില്ലെന്ന് കാണിക്കുന്ന നിന്നെയൊക്കെ എന്തോ ഞാൻ പറയേണ്ടത്? പോയി മരിക്കട മറ്റവന്മാരെ.